ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി വേണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പച്ചരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 കപ്പ് പച്ചരിയും 1 കപ്പ് പുഴുങ്ങലരിയും ഉപയോഗിക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് വേണം. പിന്നെ നമുക്ക് 1/4 കപ്പ് അവലും കൂടി വേണം. ഏത് തരം അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അവൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പച്ചരി കൊണ്ടാണ് നമ്മൾ അവലോ ചോറൊക്കെ ചേർക്കുന്നത്. പുഴുങ്ങലരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചോറ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. 2-3 വട്ടം കഴുകിയ ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കാം. ഡ്രൈ ഈസ്റ്റ് ആയാലും ഇതിലിങ്ങനെ തന്നെ ചേർത്താൽ മതിയാവും. കാരണം ഇത് നമ്മൾ രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വളരെ ലൈറ്റായിട്ടൊരു മധുരം മാത്രമേ കാണൂ. അത് നമുക്ക് ശരിക്കും അത് അറിയുന്നേ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ രാവിലെ നമുക്കിത് അരച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം കുറവാന്ന് തോന്നിയാൽ കുറച്ച് സാധാരണ വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ച് സാധാരണ വെള്ളം തന്നെ ഒഴിച്ച് അരച്ചെടുത്താലും മതി. അപ്പോൾ മാവ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു ചട്നിയും കൂടി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലോട്ട് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ്, അത് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വറ്റൽമുളക് നമ്മൾ ആദ്യം തന്നെ ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പകുതി ഭാഗത്തോളം വഴണ്ടതിന് ശേഷം വറ്റൽമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടങ്ങ് മൊരിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ബ്രൗൺ നിറമായാൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം പുളിയും കൂടി ചേർക്കാം. ചെറിയൊരു കഷ്ണം പുളിയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി, ഒരുപാടങ്ങ് കളറ് മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടുകും കരിവേപ്പിലയും കൂടി താളിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരുപാട് വെള്ളം ചേർക്കാതെ നോക്കണം, വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. അപ്പോൾ മാവ് കണ്ടില്ല നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മാവ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചാൽ തന്നെ പൊന്തി കിട്ടും. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണ് ചിലപ്പോൾ സമയം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കും. എന്നാലും ഒരു അരമണിക്കൂർ തന്നെ മതി നന്നായിട്ട് തന്നെ മാവ് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവുള്ളത്. ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവാണിത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഒന്നെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറിയ ബൗൾസിൽ ഒഴിച്ചുണ്ടാക്കിയാലും മതി. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം എണ്ണ നന്നായിട്ടൊന്ന് തടയിന് ശേഷം മാവ് ഒഴിച്ച് നമുക്ക് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും ഇട്ട് വേവിക്കേണ്ട, 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. നല്ല സ്പോഞ്ചും സോഫ്റ്റാണിത്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റും സ്പോഞ്ചിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രത്തോളം സോഫ്റ്റാണിത്. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ ചെറിയ കിണ്ണത്തിൽ നമുക്ക് ഈ മാവ് ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ ഇഡ്ഡലി പാത്രം ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത്, വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്